ഏവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ 2024 ചോദിച്ച 50ഓളം ഭരണഘടനാ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 ചോദിച്ച 50ഓളം എക്കണോമിക്സ് ചോദ്യങ്ങളാണ്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് എക്കണോമിക്സ് പാടാണ്, ഒരുപാട് ആൾക്കാർക്ക് നെഗറ്റീവ് വരുന്നത് എക്കണോമിക്സിലാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് ചോദ്യങ്ങൾ എങ്ങനെയാകുമെന്നും ഏതൊക്കെ രീതിയിൽ നമുക്കത് ഓപ്ഷൻ കട്ട് ചെയ്ത്, അതായത് എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ശരിയാക്കി എടുക്കാമെന്നൊക്കെ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ വർക്കൗട്ടിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലേക്ക് വന്നിട്ട് ടെലഗ്രാം ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ആ ചാറ്റ് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, മാർക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നും പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ യൂസ് ആവുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. വീണ്ടും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ എനിക്കത് ഊർജ്ജം തരികയും ചെയ്യും. ഓക്കെ, സോ എല്ലാവരും മാർക്ക് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തിട്ട് നമ്മൾ 50 ബയോളജി ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ നാളെ വരും. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. മുമ്പ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന വർക്കൗട്ടുകളൊക്കെ എല്ലാവരും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇപ്പോൾ ഈ പരീക്ഷ തയ്യാറെടുക്കുന്ന നിങ്ങളും ഇത് ഉറപ്പായിട്ടും നന്നായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വളരെ ഒന്നാമത്തെ ചോദ്യം, അതായത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കാവേ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയല്ലേടാ? എം.എസ്. സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. കേട്ടോ, അത് ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ആദ്യകാലങ്ങളിൽ ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടത്, അല്ലെ? ഗോതമ്പ് വിപ്ലവം, വീറ്റ് റവല്യൂഷൻ എന്നാണ് അറിയപ്പെട്ടത്. അതും ശരിയാണ്. ഓക്കെ, അതായത് 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. നമ്മൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. മൂന്നാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അടുത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, അല്ലെ? സ്വയം പര്യാപ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയും. നമ്മൾ ഹരിത വിപ്ലവത്തിലൂടെ ഈ ഭക്ഷ്യധാന്യങ്ങളായിട്ടുള്ള ഗോതമ്പ്, നെല്ല് തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തറ, അതിന്റെ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേട്ടോ. അപ്പൊ 4 പ്രസ്താവനയും ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ 1ഉം 2ഉം നമുക്ക് അറിയാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടി നമുക്കിന്റെ ഉത്തരം എഴുതാൻ പറ്റും. അതായത് ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോ 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഈ ഒരു ഓപ്ഷനിലാണ്, അല്ലെ? എല്ലാം ശരിയാണെന്ന് പറയുന്ന 4ാമത്തെ ഓപ്ഷനിൽ മാത്രമാണ് 1ഉം 2ഉം വരുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1ഉം 4ഉം മാത്രം എന്നാണ്, ഇവിടെ 2 മാത്രം എന്നാണ്, ഇവിടെ 3ഉം 4ഉം എന്നതാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എടുക്കാൻ പറ്റും. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. വളരെ ഈസി ആയിട്ടുള്ളതും എന്നാൽ എപ്പോഴും ചോദിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണ്? ഓപ്ഷൻ ബി 1950 ആണ്. 1950 ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തത്? നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, WTO. ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു വേണം കേട്ടോ. അതായത് നമ്മൾ ഈ പൂർണ്ണമായിട്ടുള്ള പേര് തരാതെ ഇങ്ങനെ ഷോർട്ടായിട്ട് പേര് തരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. WTO എന്താ? WTO എന്താ കുട്ടികളെ? വാട്ട് ഈസ് WTO? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്, അല്ലെ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. നമുക്ക് എല്ലാ വർഷവും നടക്കുന്ന പരീക്ഷകളിൽ ഈ WTO ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. WTO അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1995 ആണ്. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തത്? നിലവിൽ വന്നത് 1995. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അത് ആൻസർ. അടുത്തത് ഇപ്പൊ സ്ഥിരമായി കാണുന്ന മറ്റൊരു ചോദ്യമാണ് ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്നുള്ള ക്വസ്റ്റ്യൻ. ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്താണ് കുട്ടികളെ? അത് IBRD ആണ്, അല്ലെ? IBRD. ഓക്കെ, എന്താണ് IBRD നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് IBRD? IBRD എന്താ? IBRDയുടെ പൂർണ്ണരൂപം എന്താ? IBRDയുടെ പൂർണ്ണരൂപം എന്താണ്? IBRDയുടെ പൂർണ്ണരൂപം 2 ദിവസം മുമ്പ് കണ്ട പറഞ്ഞു തന്നേ ഉള്ളൂ. IBRDയുടെ പൂർണ്ണരൂപം പറഞ്ഞേ. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ
ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് കേട്ടോ. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് IBRDയുടെ പൂർണ്ണരൂപം. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നതാണ് IBRDയുടെ പൂർണ്ണരൂപം കേട്ടോ. IBRDയുടെ പൂർണ്ണരൂപം. ഓക്കെ, കൊള്ളാം. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ, 17ാം ക്വസ്റ്റ്യൻ. എല്ലാവരും ചെയ്യണം, വേറെ ആരുടെ കമന്റ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുണ്ടായ കാരണങ്ങൾ. ഈ ന്യൂ എക്കണോമിക് പോളിസി എല്ലാ പരീക്ഷയ്ക്കും 1 മാർക്കിന് നമുക്ക് ചോദിക്കും. മിനിമം 1 മാർക്കിന് അത് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഈ മൊത്തത്തിൽ പരീക്ഷ നോക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം ഈ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ അത് സ്ഥിരമായിട്ട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ അവർ ചോദിക്കാറുള്ളൂ. കാരണം അത് ആ ഒരു രീതിയിൽ ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് നമ്മൾ ഈ ന്യൂ എക്കണോമിക് പോളിസി, അതായത് നമ്മുടെ എന്തൊക്കെയാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ അല്ലേ, അതാണ് നമ്മൾ, അതായത് നമ്മുടെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം 1991 നടപ്പിലാക്കിയതാണ്. ഓക്കെ, അതിനുള്ള റീസൺ എന്തെന്നൊക്കെയാണ് ചോദിക്കുന്നത്. വളരെ ഗൾഫ് യുദ്ധം അതിനൊരു റീസൺ ആണ്. ഗൾഫ് യുദ്ധം അതൊരു റീസൺ ആണ്. വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ് കേട്ടാ, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനം. നിങ്ങൾ ഈ 4 പോയിന്റും പഠിച്ചു വെക്കുക. 1991 എന്തുകൊണ്ട് നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ: ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഓക്കെ, അതായത് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നതാണ് കേട്ടോ. ഈ 4 പോയിന്റ്സ് പഠിച്ചിരിക്കുക: ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. ഇതൊക്കെയാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കാനുള്ള റീസണുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ, അതിൽ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ പേര് കമന്റ് ചെയ്താൽ മതി. പുതിയ ഗവർണറുടെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, 26ാമത്തെ ഗവർണർ ആരാ? 26ാമത്തെ ഗവർണർ എന്ന് കമന്റ് ചെയ്താൽ മതി. സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ, സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൂർത്തി ആരാണ്? സഞ്ജയ് മൂർത്തി CAG ആണ്. സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ, സഞ്ജയ് മൽഹോത്ര. അത് മാറിപ്പോവരുത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ റിസർവ് ബാങ്കിൽ പോയിട്ട് നമ്മള് ക്യാഷ് എത്ര എന്ന് നമ്മൾ നോക്കത്തില്ലേ, നമ്മൾ ബാലൻസ് എത്ര എന്ന് നമ്മൾ നോക്കത്തില്ലേ, എത്ര ബാങ്കിൽ നമ്മള് ബാലൻസ് എത്ര എന്ന് നോക്കാം. അപ്പൊ മൽഹോത്ര, ബാങ്ക് എത്ര മൽഹോത്ര. ഓക്കെ, ക്ലിയർ ആണല്ലോ. സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ, സഞ്ജയ് മൽഹോത്ര. അപ്പൊ അത് അറിയാവുന്ന ആൾക്കാർക്ക് 1 മാർക്ക് കിട്ടും. സഞ്ജയ് മൽഹോത്ര. പിന്നെ ലാസ്റ്റ് എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തിട്ട് പോവാവും കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാനാണ് ഞാൻ മാർക്ക് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ. സോ മാർക്ക് കമന്റ് ചെയ്തിട്ട് പോവാവും. ഒരൊറ്റ ഓട്ടമാണ് ക്ലാസ് കഴിഞ്ഞ ഉടനെ. അപ്പം റിസർവ് ബാങ്ക് ഗവർണർ 26ാമത്തെ ആള് സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. അടുത്ത ചോദ്യം: 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? 22-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് അല്ലെ, നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ നമുക്കറിയാം, ഇപ്പം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? നിർമ്മല സീതാരാമനാണ്. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ്. 8 ബഡ്ജറ്റുകളാണ് നിർമ്മല സീതാരാമൻ എന്ത് ചെയ്തത്? അവതരിപ്പിച്ചത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. CD ദേശ്മുഖിന്റെ റെക്കോർഡാണ് കടന്നത്. ഇനി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡ് സ്റ്റിൽ ആർക്ക് തന്നെയാണ്? അത് മൊറാർജി ദേശായിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ്, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് ബഡ്ജറ്റ്, അതായത് പേപ്പർ രഹിത ബഡ്ജറ്റ്, ഏറ്റവും വേഗമേറിയ ബഡ്ജറ്റും അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റും ഏറ്റവും ദൈർഘ്യം കൂടിയ ബഡ്ജറ്റും ഇതെല്ലാം അവതരിപ്പിച്ചിരിക്കുന്ന ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ് കേട്ടോ. ഏറ്റവും നീളം കുറഞ്ഞ ബഡ്ജറ്റും ഏറ്റവും നീളം കൂടിയ ബഡ്ജറ്റും എല്ലാം അവതരിപ്പിച്ചിരിക്കുന്നതും, ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതും, പേപ്പർ രഹിത ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതും എല്ലാം ആര് തന്നെയാണ്?
അത് നിർമ്മല സീതാരാമനാണ്. എപ്പോഴാണ് ബജറ്റ് അവതരിപ്പിക്കുന്നിട്ടുള്ള, ഏത് തീയതിയിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ഡേറ്റ് ഓർക്കാൻ എളുപ്പമാണ്. എല്ലാ വർഷവും ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് കേട്ടോ. എല്ലാ വർഷവും ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് കേട്ടോ. ഫെബ്രുവരി 1-നാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ. ശരി, കൊള്ളാം. അടുത്ത ചോദ്യം, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. പിള്ളേരെ നോക്കിക്കോ. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേകളുടെ ഭാഗമല്ലാത്തത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദേശീയ കുടുംബ ആരോഗ്യ സർവേ അല്ലെ, ദേശീയ കുടുംബ ആരോഗ്യ സർവേ നടത്തുന്നത് ആരോഗ്യ വകുപ്പാണ്. മനസ്സിലായ? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ് എന്ത് ചെയ്യുന്നത് കുട്ടികളെ? ദേശീയ കുടുംബ ആരോഗ്യ സർവേ നടത്തുന്നത്. അതായത് നിങ്ങൾ അത് മാത്രം പഠിച്ചിട്ട് പോകരുത്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ 3 പോയിന്റ് ഉണ്ട്. അതായത് തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ്. ഈ 3ഉം NSSOയുടെ, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് 1950 പ്രവർത്തനം ആരംഭിച്ച നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേകളാണ്. ഏതൊക്കെയാണ് കുട്ടികളെ? 1 തൊഴിലില്ലായ്മ സർവേ, 2 ഉപഭോക്തൃ ചെലവ് സർവേ, 3 ഏതാണ്? സാമ്പത്തിക സെൻസസ് സർവേ. ഓക്കെ, ഈ 3 സർവേകളും ആര് നടത്തുന്നതാണ്? NSSO നടത്തുന്നതാണ്. ഈ NSSO ആക്ച്വലി ഇപ്പൊ ഇല്ല. NSSO എന്ത് ചെയ്യുന്നറിയാമോ? NSSO 2019 CSOയുമായിട്ട് എന്ത് ചെയ്തു? CSOയുമായിട്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുമായിട്ട് അത് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തിട്ട് NSO ആയി മാറിയിട്ടുണ്ട്. ഈ ഒരു ചോദ്യം, അതായത് ഇത് ഒഫീഷ്യലി അത് നിലവിൽ വന്നിട്ടുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ സ്റ്റിൽ ഇല്ല. പക്ഷെ PSCയിലെ ചോദ്യങ്ങളിൽ ഈ CSO എന്നുള്ള ഭാഗം വരുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? അത് ഡിലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഈ NSO എന്നുള്ള രീതിയിൽ അത് വരാറുണ്ട് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് വന്ന പരീക്ഷകളിൽ ഈ CSO അല്ലെങ്കിൽ NSSO എന്നതിന് പകരം ചിലപ്പോൾ NSO എന്നായിരിക്കും വരുന്നത്. PSC NSO എന്നുള്ള രീതിയിൽ ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. CSOയും NSSOയും കൂടെ, CSO പ്ലസ് NSSO അതെന്തായി മാറി? NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണ്, അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്നത് NSSO അല്ല. അത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ആരാണ് കുട്ടികളെ? ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ്. നിലവിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കുട്ടികളെ? ആരോഗ്യ വകുപ്പ് മന്ത്രി കേന്ദ്രത്തില് JP നദ്ദയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി അല്ലേ? JP നദ്ദയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി. ഓക്കെ, അടുത്ത ചോദ്യം, ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. സാമ്പത്തിക പരിഷ്കാരങ്ങൾ. വളരെ ഓപ്ഷൻ എയില് വ്യാവസായിക കാർഷിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളാണ്. ഓക്കെ, കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും പഠിക്കുന്നില്ല അല്ലെ? അതായത് ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട്. അടുത്തത് വീണ്ടും അത് തന്നെയാണ് ഓപ്ഷൻ കിടക്കുന്നത്. അല്ല, ഇവിടെ കാർഷിക ധനകാര്യ മേഖല, വ്യാവസായിക കാർഷിക ധനകാര്യ മേഖല എന്നാണ് നടക്കുന്നത്. അത് വരത്തില്ല, കാർഷികം വരത്തില്ല. അടുത്ത ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ വ്യാവസായിക കാർഷിക മേഖല എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാർഷിക മേഖല വീണ്ടും വരുന്നുണ്ട്, ഇല്ല. അടുത്ത ഓപ്ഷൻ സി കാർഷിക ധനകാര്യ മേഖല, വീണ്ടും കാർഷിക മേഖല വരുന്നുണ്ട്. ഓക്കെ, അതല്ല. ആൻസർ വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ കേട്ടോ. വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങളാണ് ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ കേട്ടോ. വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ നോക്കിയിരിക്കുക. അടുത്ത, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? നമുക്കറിയാം ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് 1960 പകുതികളിലാണ്. ഓക്കെ, അപ്പൊ ആ സമയത്തുള്ളത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 3-ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ? ആ 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് എന്ത് ആരംഭിക്കുന്നത്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് കേട്ടോ. 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ,
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. പഠിച്ചിട്ടുണ്ടെങ്കിലേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഈ ഒരു പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പലർക്കും എന്ത് ചെയ്യാറുണ്ട്, തെറ്റാറുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ നമുക്ക് ഈ ഉൽപാദനത്തിൽ ഇങ്ങനെ ഇത് ഗോതമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ധാതുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭക്ഷ്യധാന്യമൊക്കെ തന്നിട്ട് അതിന്റെ ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്നത് അല്ലെങ്കിൽ ആദ്യം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് പിള്ളേരെ മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ കേട്ടോ. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. അതായത് ഓക്കേടാ, നോക്കി. അപ്പം ആദ്യത്തെ സംസ്ഥാനങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ആദ്യ സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കിക്കോണം. നമ്മുടെ ആദ്യം ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് ആദ്യം വരും. പിന്നെ വരുന്നത് മധ്യപ്രദേശ് ആണ്. പിന്നെ പഞ്ചാബ് തന്നെയാണ്. പിന്നെ ഹരിയാനയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഹരിയാന. പിന്നെ വരുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ പിന്നെ ബീഹാർ. ഇങ്ങനെയാണ് വരുന്നത് ആദ്യ സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ബീഹാർ കേട്ടോ. ഇത് ഇത്രയുമാണ് ആദ്യത്തെ സംസ്ഥാനങ്ങൾ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഓരോ ധാന്യങ്ങളും ആദ്യത്തെ 5 സംസ്ഥാനങ്ങൾ വെച്ച് പഠിപ്പിക്കും കേട്ടോ. ഇത് ഈ ധാതുക്കൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കറണ്ട് ബേസ് ആയിട്ടുള്ള ഏറ്റവും ഉൽപ്പാദനത്തിൽ ആദ്യം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, അത് ആക്ച്വലി ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീതി ആയോഗ് നമ്മൾ അത് പഠിക്കുന്നുണ്ട്. എവിടെയെങ്കിലും നമ്മൾ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളൊരു പോയിന്റ് നമ്മൾ പഠിക്കുന്നില്ല അല്ലേ. നമ്മളറിയാം, നമ്മളൊക്കെ ഈ ഗ്രാമത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എവിടെയെങ്കിലും ഗ്രാമതലത്തിൽ നീതി ആയോഗ് ഒരു പദ്ധതി ആരംഭിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പൊ ഇതിലെ നീതി ആയോഗിന്റെ പ്രവർത്തനത്തിൽ വരാത്തത് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നൊരു പോയിന്റ് ആണ്. ഓപ്ഷൻ എ ആണ് വരാത്തത്. മത്സരപരവും സഹകരണപരവുമായിട്ടുള്ള ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ശരിയാണ്. പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, അതും ശരിയാണ്. പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു, അതും ശരിയാണ്. ഈ ഒരു പോയിന്റ് ഇല്ല. ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ള പോയിന്റ് നീതി ആയോഗുമായി ബന്ധമില്ലാത്തതാണ്. അപ്പൊ ആൻസർ ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. ഏത് പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഈ ചോദ്യം ശ്രദ്ധിച്ചോണം കേട്ടോ. എല്ലാവരും എ പറയുകയാണ്. ഇത് അന്ന് പരീക്ഷ വന്ന സമയത്തും ഒരുപാട് പേർക്ക് തെറ്റിയതാണ് കേട്ടാ. ഇപ്പൊ ആസ്തിയുടെ കാര്യത്തിൽ എന്നാണ് ചോദ്യം കേട്ടോ. ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ആസ്തിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ 2ാമത്തെ വലിയ ബാങ്ക് ഏതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ബാങ്ക് ഓഫ് ബറോഡയാണ് കേട്ടോ. ബാങ്ക് ഓഫ് ബറോഡയാണ്. ഇനി ഏറ്റവും വലുത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ SBI ആണ്. 2ാം സ്ഥാനത്ത് ഏറ്റവും വലുത് ഏതിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയാണ്. പക്ഷെ ആസ്തി എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ, ആസ്തിയുടെ അടിസ്ഥാനത്തിൽ എന്ന് എടുത്ത് ചോദിക്കുന്ന സമയത്താണെങ്കിൽ അത് ബാങ്ക് ഓഫ് ബറോഡയാണ് കേട്ടോ. ബാങ്ക് ഓഫ് ബറോഡയാണ് ഇപ്പം ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്ക്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് മേക്ക് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ നിങ്ങൾക്ക് ഇനി അറിഞ്ഞുകൂടെങ്കിൽ തന്നെ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കാരണം മേക്ക് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നതാണ് ഈ മേക്ക് ഇൻ ഇന്ത്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ. അപ്പൊ അതിൽ വരുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നൊരു പോയിന്റ് ആണ്. മേക്ക് ഇൻ ഇന്ത്യ എപ്പോഴാണ് ആരംഭിച്ചത് നിങ്ങൾക്ക് അറിയോ? മേക്ക് ഇൻ ഇന്ത്യ ഡേറ്റ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ ഏത് വർഷമാണ്? 12ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്
ഡേറ്റ് പഠിച്ചിരിക്കുക. 2014 2014 ഡേറ്റ് ആർക്കെങ്കിലും അറിയോ? 2014 ഡേറ്റ് എന്നറിയോ? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച ഡേറ്റ് ജൂലൈ 1 ഒക്ടോബർ 2 അല്ല. 2014 സെപ്റ്റംബർ 25 2014 സെപ്റ്റംബർ 25 2014 സെപ്റ്റംബർ 25 ഓക്കെ. 2014 ഒക്ടോബർ 2 ആരംഭിച്ച ഒരു പരിപാടി ഉണ്ട്, ഏതെന്നറിയോ? 2014 ഒക്ടോബർ 2 ആരംഭിച്ച ഒരു പരിപാടി, നമ്മളെ കറൻസി നോട്ടിൽ പരസ്യമുള്ള പരിപാടി, ഇന്ത്യൻ കറൻസി നോട്ടിൽ പരസ്യമുള്ള പരിപാടി സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലേ? സ്വച്ഛ് ഭാരത് അഭിയാൻ. സ്വച്ഛ് ഭാരത് അഭിയാന്റെ പരസ്യം നമ്മുടെ കറൻസി നോട്ടിലുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വച്ഛ് ഭാരത് അഭിയാന്റെ പരസ്യം കറൻസി നോട്ടിലുള്ളത്? കണ്ടിട്ടുണ്ടോ? ഓക്കെ. ആ സ്വച്ഛ് ഭാരത് ആരംഭിച്ചത് 2014 ഒക്ടോബർ 2 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് 2014 സെപ്റ്റംബർ 25 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയൊക്കെ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അതിന്റെ സിമ്പലില് അല്ലെങ്കിൽ അതിന്റെ ചിഹ്നത്തിലൊരു ജീവിയുണ്ട്, ഒരു മൃഗമുണ്ട്, ഏതെന്നിട്ടുണ്ടോ? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ലയനാണ്, സിംഹമാണ് അല്ലേ? സിംഹം. ഓക്കെ, സിംഹമാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ അത് കിട്ടിയല്ലോ. അപ്പൊ ഇന്ത്യൻ നിർമ്മാണ മേഖല പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് മേക്ക് ഇൻ ഇന്ത്യക്ക് ഉള്ളത് കേട്ടോ. അപ്പം ആ ഒരു ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ ലക്ഷ്യം പ്രോത്സാഹിപ്പിക്കുക എന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യം തന്നെയാണ്, പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, ശരി. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. പഞ്ചവത്സര പദ്ധതിയുടെ വർഷമൊക്കെ ലക്ഷ്യമൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. 1951 1951. അടുത്ത, നീതി ആയോഗ് സ്ഥാപിതമായ വർഷം. നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ടത് 2015. 2015 ജനുവരി 1 സ്ഥാപിക്കപ്പെട്ടത്. 2015 ജനുവരി 1 സ്ഥാപിക്കപ്പെട്ടത് അല്ലെ? 2015 ആൻസർ. നീതി ആയോഗ് സ്ഥാപിക്കപ്പെട്ട വർഷം 2015. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. പിള്ളേർ, ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പഞ്ചവത്സര പദ്ധതികളുടെ, നമ്മൾ 12 പഞ്ചവത്സര പദ്ധതികളും അതിന്റെ ലക്ഷ്യങ്ങളും നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അത് നമ്മൾ പഠിക്കാറുണ്ട്. ഇതല്ല, നമ്മൾ എന്തിനാണ് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കോമൺ ആയിട്ടുള്ള കുറെ ലക്ഷ്യങ്ങളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ പിള്ളേരെ, സാമ്പത്തിക വളർച്ചയുണ്ട് കേട്ടോ. സാമ്പത്തിക വളർച്ച ഒരു ലക്ഷ്യമാണ്. സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ഒരു ലക്ഷ്യമാണ്. ആധുനികവൽക്കരണം ഒരു ലക്ഷ്യമാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം, ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം എന്നാണ് വരുന്നത്. ഓക്കെ. അടുത്ത, ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ, ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് GDP എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും, അത് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് അതിന്റെ. ഓക്കെ, ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് പിള്ളേരെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ CSO എന്ന് വരേണ്ടത്. പക്ഷേ PSC എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുന്ന കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. CSO പ്ലസ് NSSO എന്തായി മാറിയിട്ടുണ്ട്? NSO ആയി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഒരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ വീണ്ടും ഈ സെയിം ക്വസ്റ്റ്യൻ കണ്ടു, ഇത് ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കാര്യം ശ്രദ്ധിച്ചോണം, CSO NSO ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ NSO തന്നെ എഴുതുക കേട്ടോ. CSO NSO 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ NSO തന്നെ എഴുതുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് ഡിലീറ്റ് ആയി പോകും അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്കാണ്. ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് എഴുതാതെ വേണ്ട ആൾക്കാരുണ്ട്. അങ്ങനെ എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് ഡിലീറ്റ് ആണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഈ ഒരു ആൻസർ CSO എന്ന ആൻസർ എഴുതിയിട്ട് വരിക. CSO NSO ഉണ്ടെങ്കിൽ NSO എഴുതിയിട്ട് വരിക കേട്ടോ. ഓക്കെ. അടുത്ത്, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ അടിസ്ഥാന വികസനം വർദ്ധിപ്പിക്കുക, ഇതിന്റെ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരാണ് പിള്ളേരെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി അല്ലെ? ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയാണ്. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഏത് വർഷമാണ് ആരംഭിച്ചത്? ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് അത് ജൂലൈ, നിങ്ങൾ നേരത്തെ ജൂലൈ കമന്റ് ചെയ്തല്ലോ, അത് ജൂലൈ 1 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. 2015 ജൂലൈ 1 ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ഓക്കെ, ക്ലിയർ ആണല്ലോ.
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ് അല്ലേ? ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നോ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് MS സ്വാമിനാഥനാണ്. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നൊരു വേറൊരു ചോദ്യമുണ്ട് കേട്ടോ. അതാണെന്നറിയാമോ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നൊരു ചോദ്യമുണ്ട്. ഏത് സിംഗ് ആണത്? BP സിംഗ് അല്ല, NB സിംഗ് ആണ്. NB സിംഗ് ആണ്. NB സിംഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത്. ശില്പി എന്നോ പിതാവെന്നോ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നോ പിതാവെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ MS സ്വാമിനാഥനും, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് അത് NB സിംഗുമാണ്. ഓക്കെ, ചിലത് ഓർത്തിരിക്കുക. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? അവിടെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആര് തന്നെയാണ്? സുമൻ ബെറി തന്നെയാണ്. സുമൻ ബെറി വൈസ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അതുപോലെ തന്നെ BVR സുബ്രഹ്മണ്യം അല്ലെ? BVR സുബ്രഹ്മണ്യം എന്താണ്? BVR സുബ്രഹ്മണ്യം COM ആണ്. ഇവര് രണ്ടുപേരുടെയും കാലാവധി വീണ്ടും നീട്ടിയിട്ടുണ്ട്. രണ്ടുപേരുടെയും കാലാവധി ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ വർഷം പഠിക്കുമ്പോൾ ഈ രണ്ടുപേര് പഠിച്ചാൽ മതി, പുതിയ ആൾക്കാർ വരാൻ പോകുന്നില്ല. മനസ്സിലായില്ല? അതായത് സുമൻ ബെറിയും BVR സുബ്രഹ്മണ്യം തന്നെയാണ് 2025-ലും ഈ രണ്ട് പോസ്റ്റിൽ ഇരിക്കാൻ പോകുന്നത്. സുമൻ ബെറി തന്നെയാണ് വൈസ് ചെയർപേഴ്സൺ. CEO എന്ന് പറഞ്ഞാൽ BVR സുബ്രഹ്മണ്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ CEOയും വൈസ് ചെയർപേഴ്സണെയൊക്കെ നിയമിക്കുന്ന ആരെന്നറിയോടോ? നീതി ആയോഗിന്റെ CEO അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സണെയൊക്കെ നിയമിക്കുന്ന ആരെന്നറിയോ? ആരാ? അത് പ്രൈം മിനിസ്റ്റർ ആണ് കേട്ടോ. പ്രൈം മിനിസ്റ്റർ ആണ് നിയമിക്കുന്നത്. ഓക്കെ, നീതി ആയോഗിന്റെ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കും അത്. ഓക്കെ, അടുത്ത് 1991-ലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? 1991-ലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? പിള്ളേരെ, അത് വിദേശ കറൻസികൾക്കെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യച്യുതിയാണ് കേട്ടോ. അത് തന്നെയാണ് ആൻസർ. വിദേശ കറൻസികൾക്കെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യച്യുതി. ഈ മൂല്യച്യുതി എന്ന് പറയുന്നത് അറിയോ പിള്ളേരെ? മൂല്യം കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ? മൂല്യം കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ? പിള്ളേരെ, മൂല്യം കുറയ്ക്കും. അപ്പം അതായത് ഈ വിദേശ കറൻസികൾക്കെതിരെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവാല്യൂഷൻ എന്ന് പറയും. ഡീവാല്യൂഷൻ. അങ്ങനെ ഈ മൂല്യം കുറയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വിദേശ നാണയ നിക്ഷേപം എന്ത് ചെയ്യും? വിദേശ നാണയ നിക്ഷേപം ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്കുള്ള വിദേശ നാണയ നിക്ഷേപം കൂടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 1991-ലെ ഈ പറയുന്ന വിദേശ കറൻസികൾക്കെതിരെ നമ്മൾ രൂപയുടെ വാല്യൂ എന്ത് ചെയ്തത്? കുറച്ചത്, അല്ലെങ്കിൽ ഡീവാല്യൂഷൻ ചെയ്തത്. അതിന് നമ്മൾ മൂല്യച്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ കുറയ്ക്കുക എന്നതാണ് കേട്ടോ. അപ്പൊ അത് പ്രകാരം ഇന്ത്യയിലേക്ക് വിദേശ നാണയം എന്ത് ചെയ്യും? കൂടുതലായിട്ട് വിദേശ നാണയ നിക്ഷേപം എന്ത് ചെയ്യും? കൂടുതലായിട്ട് വരും, അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രവഹിക്കാനുണ്ടായത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ. അപ്പൊ നേട്ടങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ ഗ്രാമീണ അസമത്വം ഒരിക്കലും, നിങ്ങൾക്ക് ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരുമായിരിക്കും. ഉൽപാദനക്ഷമതയിലുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ്, ഈ അസമത്വം ഒരു നേട്ടമായി കണക്കാക്കൂടെ? ഗ്രാമീണ അസമത്വം ഒരു നേട്ടമായി കണക്കാക്കോ? ഇല്ല, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അസമത്വം ഒരിക്കലും നേട്ടമായിട്ട് കണക്കാക്കത്തില്ല എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ. ഗ്രാമീണ അസമത്വമാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത്. ഓക്കെ, പല ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എല്ലായിടത്തും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് പല ക്വസ്റ്റ്യൻസും നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിയണമെന്നില്ല. നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം എടുക്കാൻ കഴിയും. മനസ്സിലായില്ലേ? സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ആലോചിക്കുക, തലച്ചോറ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് പല ക്വസ്റ്റ്യനും ആൻസർ എന്ത് ചെയ്യും? കിട്ടും.
അടുത്ത ചോദ്യം ചെയ്തേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഓപ്ഷനും കൂടെയൊക്കെ നന്നായിട്ട് നോക്കിയിട്ടേ ഉത്തരം എഴുതാവേ. ചാടിക്കറി എഴുതരുത്. ഇതൊക്കെയാണ് നമുക്ക് പരീക്ഷകളിൽ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ കേട്ടോ. എല്ലാവരും ഉത്തരം എഴുതുന്നതിന് നമ്മൾ ഉത്തരം എഴുതിയ കാര്യമില്ല. എല്ലാവരുടെ കയ്യിൽ നിന്നും പോകുന്ന കാര്യങ്ങളിൽ നമ്മൾ സ്കോർ ചെയ്ത് കയറണം. അതാണ് വേണ്ടത്. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ എന്നാണ് ചോദ്യം. ഈ ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് അറിയോ പിള്ളേർ? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഇപ്പൊ നമ്മൾ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ ജോലിക്ക് വെക്കാറുണ്ടല്ലേ? അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ ജോലിക്ക് വെക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ വെക്കുന്നത്? അവർക്ക് കുറഞ്ഞ വേതന നിരക്കല്ലേ? അവർക്ക് വേതന നിരക്ക് കുറവല്ലേ? നമ്മളെക്കാളും എഫിഷ്യന്റ് ആയിട്ട് അവർ പല ജോലികളും ചെയ്യാറുമുണ്ടല്ലേ? നമ്മളെക്കാളും എഫിഷ്യന്റ് ആയിട്ട് അവർ പല ജോലികളും ചെയ്യാറുമുണ്ട്. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് 2 ഹോളോബ്രിക്സ് കമ്പനിയുണ്ട്. ഇവിടെ നന്ദിയോടും ഒന്ന് നമ്മുടെ പുത്തമ്പാലത്തും. അവിടെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ നിന്നത്. ഓക്കെ, അവിടുത്തെ നിന്ന ആൾക്കാർ പെട്ടെന്ന് മതിയാക്കി പൊക്കളഞ്ഞു. അപ്പൊ നമ്മളിപ്പം ഈ അന്വേഷിക്കുകയാണ്. നമ്മളിപ്പോ കേരളം ഫുള്ള് ഒരു സെർച്ച് ചെയ്യുന്ന രീതിയിലാണ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. മലയാളികൾക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർക്കോ ഒന്നും ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായ? അതായത് അങ്ങനെയാണ്. അതായത് ഈ 2 കാര്യങ്ങൾ, അതായത് ഒന്ന് കുറഞ്ഞ വേതന നിരക്കാണ് അവർക്ക് വരുന്നത്. മനസ്സിലായ? 2 വൈദഗ്ധ്യമേറിയിട്ടുള്ള മനുഷ്യ വിഭവങ്ങൾ. അപ്പൊ ഇത് രണ്ടുമാണ് ഈ പുറംപണി കരാർ നൽകൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഔട്ട്സോഴ്സിംഗിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ എയിലെ ഒന്നാമത്തെ പോയിന്റ് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങളും അതുപോലെ തന്നെ കുറഞ്ഞ വേതന നിരക്ക്. കുറഞ്ഞ വേതന നിരക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പം നിങ്ങളൊക്കെ പരിചയത്തിൽ ഏതെങ്കിലും അന്യ സംസ്ഥാന തൊഴിലാളി ഉണ്ടെങ്കിൽ പറയാട്ടാ. താവൂക്ക് പണി അറിയാന്നുള്ള നമ്മൾ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട്. കേരളം മൊത്തം തപ്പേണ്ട ഒരു ഗതികേടാണ് ഇപ്പം. ഇവന്മാരിപ്പോ വരത്തില്ല. ഇവന്മാർ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ ജോലികൾ അത് നമ്മൾ അന്വേഷിച്ച് മനസ്സിലായതാണ്. അതായത് അവർ ഇവിടെ വന്നിട്ട് കള്ളം മടിച്ചു. അവർക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മറ്റേ ഈ തുണിക്കടകള്, അങ്ങനത്തെ മറ്റേ ഇങ്ങനത്തെ വെയർ ഹൗസ് ജോലികൾ. അതായത് വലിയ ബുദ്ധിമുട്ടില്ലാതെ AC യിലേക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന, വലിയ ശമ്പളവും കാണത്തില്ല. മനസ്സിലായില്ലേ? 10-20,000 രൂപയ്ക്ക് അത് ശമ്പളം വരുന്ന പരിപാടികളുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് ഈ തുണിക്കടയിലും മറ്റുമൊക്കെ ഇവരെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെയുള്ള ജോലികൾ അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അന്വേഷിച്ചപ്പോൾ. ഓക്കെ, നോക്കിയോ. അടുത്ത്, ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓക്കെ, വളരെ കാർഷിക മേഖല നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന പോയിന്റ് ആണ് സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ് നമ്മൾ പഠിക്കാറുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഏത് മേഖലയാണ്? സേവന മേഖലയാണ് അല്ലെ? സേവന മേഖല തൃതീയ മേഖലയാണ്. ദേശീയ വരുമാനത്തില് സർവീസ് സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖലയാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ വരുമാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അത് കാർഷിക മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവന വരുന്നതല്ല. അപ്പം ദേശീയ വരുമാനത്തിൽ പ്രധാന പങ്ക് എന്നത് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയാണ്. ഓക്കെ, അപ്പൊ അത് കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനയല്ല.
അടുത്ത് വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ അതും ശരിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യാവസായിക മേഖലയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഇങ്ങനെയാണ്: കാർഷിക മേഖലയിൽ നിന്നുള്ള വസ്തുക്കളെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് തന്നെയാണ് കാർഷിക മേഖലയിലുള്ള വസ്തുക്കളെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടക്കുന്ന മേഖലയാണ് വ്യാവസായിക മേഖല, അല്ലേ? അപ്പൊ അത് വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? കാർഷിക മേഖല തന്നെയാണ്. അടുത്ത് പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം കേട്ടോ, നമ്മളതിനെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയും കേട്ടോ. ഈ പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് അറിയോടാ? എന്താണ് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് അറിയാവോ? എന്താണത്? പ്രച്ഛന്ന തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഒരു ജോലി ചെയ്യാൻ ചിലപ്പോൾ 50 പേര് വേണമായിരിക്കും, മനസ്സിലായ? പക്ഷെ അവിടെ ജോലി ചെയ്യുന്നത് എത്ര പേരാണ്? അവിടെ ജോലി ചെയ്യുന്നത് 50-ൽ കൂടുതലുള്ള ആൾക്കാരായിരിക്കും, മനസ്സിലായ? അതായത് ആ ജോലി ചെയ്യാൻ 50 ആൾക്കാരുടെ ആവശ്യത്തിലധികം ആൾക്കാർ ഒരു മേഖലയിൽ ഒരു നിശ്ചിത അളവിലുള്ള ജോലി ചെയ്യാൻ നിശ്ചിത അളവിൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മൾ പഠിക്കും. അത് തന്നെയാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി. നമുക്ക് ആ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഉണ്ടാകുമ്പോൾ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എത്രയായി മാറും? 0 മാറും എന്നുള്ള രീതിയിൽ അത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു ഭാഗം പഠിക്കാനുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി. എന്താണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാരേക്കാൾ കൂടുതൽ ആ ജോലിയിൽ ഏർപ്പെടുന്നതിനെയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. നമ്മളെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കാർഷിക മേഖലയിലാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ആവശ്യമുള്ളതിനേക്കാൾ ആൾക്കാർ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് കുട്ടികളെ? ഈ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതിയൊക്കെ നമുക്ക് പല തവണ, കാരണം 2017 ആരംഭിച്ച പദ്ധതിയാണ്. 2017 ശേഷം ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വന്നുള്ള ചോദ്യമല്ല, ഇത് പഴയ പോയിന്റ് ആണ്. അതായത് 2017 ശേഷം ഒരുപാട് തവണ ഈ സ്വയം പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്വയം പദ്ധതി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഏത് കുട്ടികളെ? ഈ സ്വയം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്വയത്തിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സ്വയത്തിന്റെ ഫുൾ ഫോം എന്തെന്നറിയാവോ? സ്വയത്തിന്റെ ഫുൾ ഫോം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്വയത്തിന്റെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആണ് പിള്ളേരെ. സ്റ്റഡി. ഓക്കെ, സ്റ്റഡി. അടുത്ത വെബ്സ്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ്, ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗ്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്, യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്, യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നതാണ് എന്തിന്റെ? ഈ പറയുന്ന സ്വയത്തിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. സ്വയത്തിന്റെ പൂർണ്ണരൂപം സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്, യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നതാണ് സ്വയത്തിന്റെ പൂർണ്ണരൂപം. ഓക്കെ, അവിടെ ഒരു സെക്കൻഡ്. അപ്പൊ ഇവിടെ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ്, യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നതാണ് സ്വയത്തിന്റെ പൂർണ്ണരൂപം. 2017 ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്നാണ് ചോദ്യം. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ചെയ്തേ. ഓക്കെ പിള്ളേരെ, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഡിലീറ്റ് ചെയ്തു ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ അതായത് ഇതിൽ ആദ്യം നമുക്ക് പ്രൊഫഷണൽ ആൻസർ കീ വന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോയിന്റുകളെന്ന്. ഇവിടെ
ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് അത് ഓക്കെയാണ്, കറക്റ്റ് ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു, അതും കറക്റ്റ് ആണ്. വിദഗ്ധ ഉപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു, അതും കറക്റ്റ് ആണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം ശുപാർശ ചെയ്യുന്നു എന്നുള്ളൊരു പോയിന്റ് നീതി ആയോഗിന്റെ ചുമതലയിൽ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, PSC ഡിലീറ്റ് ചെയ്തു കേട്ടോ. PSC ഡിലീറ്റ് ചെയ്തു. ഇതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ഓർത്ത് വെച്ചോണ്ട് ആദ്യം ആൻസർ എടുത്തത് ഇതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ എടുത്തത്. പിന്നെ PSC എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തെന്നാണ് ചോദ്യം. മുദ്രാ ബാങ്ക് എന്ന് പറയും. മുദ്രാ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിൽ എത്തിക്കുക അല്ലെ. ഓപ്ഷൻ എ ആണ്, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതാണ് മുദ്രാ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഈ മുദ്രാ ബാങ്ക് ആരംഭിച്ച വർഷം അറിയോ നിങ്ങൾക്ക്? മുദ്രാ ബാങ്ക് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. മുദ്രാ ബാങ്ക് ആരംഭിച്ച വർഷം ഏതാ? 2015 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് മുദ്രാ ബാങ്ക് ആരംഭിച്ചത്. 2015 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് 2015 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് മുദ്രാ ബാങ്ക് ആരംഭിച്ചത്. ആസ്ഥാനം മുംബൈയാണ്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം വരുന്നത്. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് പിള്ളേരെ? മുംബൈയിലാണ് അല്ലെ. ഈ മുദ്രയുടെ പൂർണ്ണരൂപം അറിയോ? മുദ്രയുടെ പൂർണ്ണരൂപം മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ് കേട്ടോ. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നാണ്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നതാണ് മുദ്രയുടെ പൂർണ്ണരൂപം കേട്ടോ. മുദ്രയുടെ പൂർണ്ണരൂപം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ചെയ്തേ പിള്ളേരെ. ഇതിൽ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഇതിൽ ചിലപ്പോൾ പല സ്റ്റേറ്റ്മെന്റിന് ഡൗട്ട് വന്നാൽ തന്നെ നമ്മൾ ആ 4ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് വന്നാൽ മതി കേട്ടോ. നമ്മൾ വന്നത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുകയാണ്. 4ാം സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ എങ്ങനെയാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അപ്പൊ അതല്ലെന്ന് നമുക്കറിയാം. അപ്പൊ 4ാമത്തെ എന്തായാലും തെറ്റാണെന്ന് നമുക്കറിയാം അല്ലെ. 4ാമത്തെ തെറ്റാണെന്ന് അറിയാം. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ കണ്ട 4 ശരിയാണ്, അപ്പൊ അത് തെറ്റ്. അടുത്ത 4 ശരിയാണ്, അതും തെറ്റ്. ഇവിടെ വീണ്ടും 4 ശരിയാണ്, അതും തെറ്റ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം എടുക്കാൻ പറ്റും. മനസ്സിലായോ? ഒരൊറ്റ പോയിന്റ്, ഇതാണ് നമ്മൾ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഒരൊറ്റ പോയിന്റ് ആണ്. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു, അത് തെറ്റാണെന്ന് നമുക്കറിയാം. 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങളിൽ നമുക്ക് ഉത്തരം എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ പോയിന്റ്സാ കൊടുത്തിരിക്കുന്നത് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനം സൃഷ്ടിച്ചു. ശരിയാണ് അല്ലെ. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനം സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇതിൽ പലർക്കും ഡൗട്ട് വരുന്ന ഒരു പോയിന്റ് ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം, രാസവളങ്ങളും രാസകീടനാശിനികളും ഹരിത വിപ്ലവ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഒരു നേട്ടം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. സോ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിൽ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവിടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ച് ശരിയായ സ്ഥാനക്രമം ഏതെന്നാണ് ചോദ്യം. വളരെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ SCRT ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന
ഭക്ഷ്യവിള നെല്ലാണെന്നും രണ്ടാമത് ഗോതമ്പാണെന്നും മൂന്നാമത് ചോളമാണെന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഇപ്പോഴും മാറ്റില്ല. 2022-23 മാത്രമല്ല, 2023-24 തന്നെയായാലും ഇതേ സെയിം കാര്യം തന്നെ വരുന്നത്. അതായത് ഒന്നാമത് ഏതാണ്? ഒന്നാമത് നെല്ലാണ്, രണ്ടാമത് ഗോതമ്പാണ്, മൂന്നാമത് ചോളം. നമ്മളത് പഠിക്കുന്നുണ്ട് SCERT-ൽ. ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന നെല്ല്, രണ്ടാമത്തത് ഗോതമ്പ്, മൂന്നാമത്തത് ചോളം. ഓക്കെ, അപ്പൊ 1B, 2A, 3C, 4D. ഓപ്ഷൻ ഏതാ വരുന്നത് വളരെ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നെല്ല്, രണ്ടാമത് ഗോതമ്പ്, മൂന്നാമത് ചോളമാണ്. ഓക്കെ, ക്ലിയർ ആണേ. അടുത്ത, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ റിപ്പോ റേറ്റ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാസം വെച്ചിട്ട് തന്നെ ചോദിക്കും കേട്ടോ. മാസം വെച്ചിട്ട് തന്നെ ചോദിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ചോദ്യം വരുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കും ചോദ്യം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. ശരിയല്ലേടാ? പ്രധാനപ്പെട്ട ഒരു പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അത് ശരിയാണ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു എന്നത് ശരിയാണ്. ഓക്കെ, അപ്പൊ അതായത് പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പക്ഷെ ഇപ്പൊ റിപ്പോ റേറ്റ് എത്രയാ? 2025 ഏപ്രിലിൽ ചേർന്ന ആ ഒരു സമിതിയുടെ തീരുമാനപ്രകാരം റിപ്പോ റേറ്റ് എത്ര ശതമാനമാക്കി? 6%. 6% ഇപ്പോൾ 6%. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. ഫെബ്രുവരിയിൽ ചേർന്ന സമയത്ത്, ഫെബ്രുവരിയിൽ മോണിറ്ററി പോളിസി ചേർന്ന സമയത്ത് 6.25%. 6.25%. നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ മാസം പ്രകാരം എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. ആ ഒരു ഇത് വെച്ചിട്ട് ചോദിക്കും. 2025 ഫെബ്രുവരിയിൽ ചോദിക്കുകയാണെങ്കിൽ 6.25. 2025 ഏപ്രിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ 6%. ഓക്കെ, നിലവിൽ 6%. നിലവിൽ 6% കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ചെയ്തേ. പിള്ളേരെ നോക്കിക്കോ. ഇവിടെ ബാങ്ക് ദേശസാൽക്കരണം ഏത് വർഷമാണ്? ബാങ്ക് ദേശസാൽക്കരണം ഏത് വർഷമാണ് പിള്ളേരെ? ബാങ്ക് ദേശസാൽക്കരണം 1969 ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം ഏത് വർഷമാണ്? ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം 1950. 500, 1000 നോട്ടുകൾ നിരോധിച്ചത്? 500, 1000 നോട്ടുകൾ നിരോധിച്ചത് അത് 2016. 2016 500, 1000 നോട്ടുകൾ നിരോധിച്ചത്. ഭൂപരിഷ്കരണം ഏത് വർഷം എന്നറിയോ? ഭൂപരിഷ്കരണം 1951. ഭൂപരിഷ്കരണം 1951 ഭൂപരിഷ്കരണം ആരംഭിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ആദ്യം വരുന്നത് ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം. അപ്പൊ 2 ആദ്യം, 4 പിന്നെ വരും, 1 പിന്നെ വരും, 3 പിന്നെ വരും. അപ്പൊ 2, 4, 1, 3. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഇത് വലിയ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഇതാണ് 2 പ്രസ്താവനകൾ. അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ശരിയല്ലേ?
ശരിയാണ്. നമ്മളിപ്പോൾ അത് പറഞ്ഞായിരുന്നു. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. അടുത്ത്, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ഓക്കെ, അതും ശരിയാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമാണ്. അതാണോ? പ്രസ്താവനകൾ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ന്റെ വിശദീകരണമല്ല. ഏതാണ്? എ ആണോ ബി ആണോ വരുന്ന ആൻസർ? 2 1ന്റെ വിശദീകരണമാണോ അല്ലേ? 2 1ന്റെ വിശദീകരണമാണോ അല്ലേ? അല്ലേടാ? സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ പല പദ്ധതികൾ നടപ്പിലാക്കിയത് ശരിയല്ലേടാ? അതെന്ത് ആലോചിക്കുക? ഇത്ര ശരിയാണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ ആൻസർ. ഓപ്ഷൻ എ ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓക്കെ പിള്ളേരെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ലക്ഷ്യമെന്ന്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണക്ട് ചെയ്താൽ നമുക്ക് പറ്റും. കാണുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അടൽ ഇന്നോവേഷൻ മിഷൻ, എന്തിനാണ് അടൽ ഇന്നോവേഷൻ മിഷൻ വരുന്നത്? അല്ലെങ്കിൽ തന്നെ ഇത് നോക്കിയാൽ സഹകരണ ഫെഡറലിസം നോക്കിയാൽ മതി. സഹകരണ ഫെഡറലിസം മാത്രം കണക്ട് ചെയ്താൽ ഉത്തരം കിട്ടും. കാരണം സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലാണ് കേട്ടോ. അത് മാത്രം ഒന്ന് നോക്കിയാൽ ഉത്തരം കിട്ടും. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നാണ്. അതായത് 3D നോക്കിയാൽ മതി. 3D ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. വേണ്ട, 3D ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ സി ആണ്. അങ്ങനെ ഉത്തരം എടുക്കാൻ പറ്റും. സഹകരണ ഫെഡറലിസം. നിങ്ങൾക്ക് ബാക്കിയുള്ളത് വായിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി. സഹകരണ ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഓക്കെ, ഫെഡറലിസം എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനവും കേന്ദ്രവും വരുന്നല്ലേ ഫെഡറലിസം എന്ന് പറയുന്നത്. അപ്പൊ സഹകരണ ഫെഡറലിസം മാത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ബാക്കി നോക്കാം. അടൽ ഇന്നോവേഷൻ മിഷൻ. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തൽ കേട്ടോ. സംരംഭകത്വം, അതുപോലെ തന്നെ നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തലാണ്. മെഥനോൾ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മെഥനോൾ സമ്പദ്ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ഇറക്കുമതി ബിൽ അല്ലെങ്കിൽ എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കുക. അതുപോലെ ശൂന്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആൻസർ. ഇതൊരു ഇങ്ങനെ ഒരു വലിയ ബോക്സ് കാണുന്ന പറഞ്ഞ് പേടിക്കേണ്ട. നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ കണക്ട് ചെയ്തിട്ട് ഉത്തരം എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പലർക്കും ടെൻഷൻ ആയി പോകും. അതിന്റെ ആവശ്യമില്ല. അതൊന്നും വായിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കോണം. ഈ പറഞ്ഞ 4 പദ്ധതികളും അവയുടെ ലക്ഷ്യവും പല തവണ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. നോക്കി വെക്കുക. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു. ഒന്നാമത്തെ പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ്. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു, വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു, വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്നാണ് പറയുന്നത്. വിദേശ സഹായം പരമാവധി കുറയ്ക്കാനാണോ വിദേശ സഹായം കൂട്ടാനല്ലേ നമ്മൾ ശ്രമിച്ചത്? അതായത് വിദേശ നാണയ നിക്ഷേപമായാലും ഈ വിദേശ സഹായമായാലും കൂട്ടാനാണ് നമ്മൾ ശ്രമിച്ചത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. നമ്മൾ ഈ പണത്തിന്റെ അല്ലെങ്കിൽ രൂപയുടെ മൂല്യമൊക്കെ കുറച്ചത് വിദേശ നാണയ നിക്ഷേപം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ പോയിന്റ് തെറ്റാണെന്ന് ആലോചിച്ചാൽ മാത്രം മതി. അതായത് ഈ വിദേശ സഹായം പരമാവധി കുറയ്ക്കുക അല്ല, കൂട്ടാനാണ് നമ്മൾ ശ്രമിച്ചതെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് ഉത്തരം എടുക്കാൻ പറ്റും. കാരണം ആദ്യത്തെ 3 ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. പ്രസ്താവന 1 ശരിയാണ്, 1 ശരിയാണ്, 1 ശരിയാണ് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞു 1 തെറ്റാണല്ലേ, 1 തെറ്റാണ്. അപ്പൊ 3 ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം.
അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനകൾ 2, 3 ശരിയാണ്, പ്രസ്താവനകൾ 1, 4 ശരിയല്ല. ഓക്കെ, അതായത് നമുക്ക് നോക്കാം. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക ശരിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക ശരിയാണ്. ഇവിടെ നോക്കിയേ, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, അത് തെറ്റാണ് അല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കുമതി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കുമതി ലൈസൻസ് വരെ നിർത്തലാക്കി, അല്ലെങ്കിൽ ലൈസൻസിന്റെ നടപടിക്രമങ്ങൾ വരെ നിർത്തലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ലിബറലാക്കി കൊടുത്തു അല്ലെങ്കിൽ അത് നിർത്തലാക്കി കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക പിള്ളേരെ. അപ്പം ഇത് ഈ രീതിയിൽ നമുക്ക് പല ചോദ്യങ്ങളും ആൻസർ എടുക്കാൻ പറ്റും. അതിന്റെ ഒരു ലോജിക് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ഓക്കെ പിള്ളേർ, നോക്കാം. താഴെ പറയുന്നതിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. മെഹലനോബിസ് മാതൃക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, അതവിടെ അറിയാം നമുക്ക്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മെഹലനോബിസ് മാതൃക. അതുപോലെ തന്നെ വ്യവസായ വികസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു, അതും നമുക്കറിയാം. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു, അതും കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ പഠിച്ചോണം. ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ. എന്നാൽ വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഏത് പദ്ധതിയിലാണ്? ഇന്ത്യയില് വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിക്കുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇവിടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. വൻകിട ജലസേന പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. വൻകിട ജലസേന പദ്ധതികൾ ആരംഭിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെയാണ്, ശരി. അപ്പൊ പിള്ളേരെ നോക്കിക്കോ. അപ്പൊ ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് ആ 3 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. മനുഷ്യ വിഭവശേഷി വികസനം ലക്ഷ്യമായിരുന്നു, അതാണ് തെറ്റായി വരുന്നത്. നമുക്ക് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പിള്ളേർ ഓപ്ഷൻ എ ആണ് രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ആണ് ബന്ധമില്ലാത്തത്. ഓക്കെ, മെഹലനോബിസ് മോഡല്, വ്യവസായ വികസനം, പിന്നെ ഇരുമ്പുരുക്ക് ശാലകള്, അത് 3 ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി. അതിനുള്ള റീസൺ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താ ഡിലീറ്റ് ആവാൻ കാരണം? പ്രധാനമന്ത്രിയാണ് വൈസ് ചെയർമാൻ എന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ട്, അതൊരു തെറ്റായ പോയിന്റ് ആയതുകൊണ്ട്, പ്രധാനമന്ത്രി ചെയർമാൻ ആണ്, അതൊരു തെറ്റായ പോയിന്റ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. ഉദ്ദേശിച്ച നീതി ആയോഗിനെ കുറിച്ചാണ്. 2015 ജനുവരി 1 നിലയിൽ വന്ന സംവിധാനം. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധ ഉപദേശ സമിതിയാണ്. പ്രധാനമന്ത്രി ചെയർമാനാണ്. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഓക്കെ, ആ നീതി ആയോഗിനെ കുറിച്ചുള്ള നല്ലൊരു ചോദ്യമായിരുന്നു, പക്ഷെ ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ കമ്മിയും കേട്ടോ. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഉദാരവൽക്കരണത്തിന് കാരണമായത്. അടുത്ത്, താഴെ പറയുന്നതിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ അല്ലാത്ത എന്നാണ് ചോദ്യം. വളരെ വാണിജ്യ ബാങ്കുകളാണ്. വാണിജ്യ ബാങ്കുകൾ ബാങ്കിങ് സ്ഥാപനങ്ങളാണ് അല്ലെ? ബാങ്കിങ് സ്ഥാപനങ്ങളാണ്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം. താഴെ പറയുന്നതിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചെയ്തേ. ഈസി ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ. ഹരിത വിപ്ലവത്തിന്റെ വക്താവ് MS സ്വാമിനാഥൻ, ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതും ശരിയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതിയാണത്, അതും ശരിയാണ്. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി, അത് തെറ്റാണ്. ഹരിത വിപ്ലവത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിലൂടെ നമുക്ക് ലഭിച്ചത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് നമുക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പൊ അതായത്
1, 2, 3 എന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 എന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി. അടുത്ത്, പാലിന്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? പാലിന്റെയും പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണുള്ളത്. അടുത്ത്, 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. ആ 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അടുത്ത, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം ഏതാണ്? ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായം. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഈ ഒരു ക്വസ്റ്റ്യൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടായ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ആദ്യം PSC സെമീന്ദാരി, റൈറ്റ് വാരി, മഹൽവാരി, അതായത് ABD എന്നൊരു ഓപ്ഷൻ എടുത്തായിരുന്നു. എന്നാൽ പിന്നീട് അതെന്ത് ചെയ്തു? ആൻസർ ചേഞ്ച് ആയിട്ട് എല്ലാം ശരിയാണ് എന്നൊരു ആൻസറിലേക്ക് വന്നു കേട്ടോ. അതായത് നിങ്ങൾ ഇനി ചോദിക്കുന്ന സമയത്ത് ഭൂവുടമ സമ്പ്രദായങ്ങൾ 3 എന്നല്ല നിങ്ങൾ പറയേണ്ടത്. സെമീന്ദാരി, റൈറ്റ് വാരി, മഹൽവാരി, ഫ്യൂഡൽ സമ്പ്രദായം 4 ഉണ്ടായിരുന്നു. 4. ഓക്കെ. അടുത്ത്, ഒരു ദ്വിമേഖല 2 സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. നമുക്ക് NCERT ലെവലിൽ നിന്നുള്ള ചോദ്യമാണ്. 2 സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി അറിയോ? ഓപ്ഷൻ സി ആണ് കുടുംബങ്ങൾ, സംരംഭങ്ങൾ. ഓക്കെ, ഈ പോർഷൻ എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് എക്സാമിന്റെ ടോപ്പിക്കായിട്ട് ഞാനത് തയ്യാറാക്കി തരാം കേട്ടോ. അത് വായിച്ച് പഠിച്ച് പെട്ടെന്ന് വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് നമ്മുടെ +1+2 പിന്നെ NCERT ഓക്കെ. അടുത്ത ചോദ്യം ചെയ്തേ, താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ഏതാണ്? തൃതീയ മേഖല ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാർത്താവിനിമയമാണ് ആൻസർ. കാരണം ഖനനം പ്രാഥമിക മേഖലയാണ്, നിർമ്മാണ പ്രവർത്തനം ദ്വിതീയ മേഖലയാണ്. മൃഗപരിപാലനം ഏതാ വളരെ? മൃഗപരിപാലനം ഏത് മേഖലയാ? മൃഗപരിപാലനം പ്രാഥമിക മേഖല അല്ലേ? പ്രാഥമിക മേഖല. ഓക്കെ, ശരി. അടുത്ത്, താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവന, മറ്റൊന്ന് കാരണവുമാണ്. ദൃഢപ്രസ്താവം അല്ലെങ്കിൽ പ്രസ്താവന, 2-ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഖന വ്യവസായങ്ങളുടെ പൊതുമേഖല നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. റീസൺ, ഇന്ത്യയിൽ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. 2-ാം പഞ്ചവത്സര പദ്ധതി ഈ വ്യവസായ മേഖലയിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു കേട്ടോ. വ്യവസായ മേഖലയിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. കാരണമായി പറയുന്നത്, ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. ഒന്ന് ആലോചിച്ചൊക്കെ കിട്ടും. ഈസി അല്ലേടാ ക്വസ്റ്റ്യൻ. അതായത് എയും ആറും ശരിയാണ് കേട്ടോ. എയും ആറും ശരിയാണ്. കൂടാതെ 6 കൃത്യമായ വിശദീകരണവുമാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതായത് എന്തുകൊണ്ട് നമ്മൾ 2-ാം പഞ്ചവത്സര പദ്ധതിയിൽ വ്യവസായങ്ങൾക്ക് അല്ലെങ്കിൽ വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലമായിരുന്നു. ആ സമയത്ത് വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുക്കുന്നത് വ്യവസായങ്ങളിൽ. അപ്പൊ എയും ആറും ശരിയാണ്. കൂടാതെ 6 കൃത്യമായ വിശദീകരണവുമാണ് കേട്ടോ. ഓക്കെ, ഇതിപ്പോ കഴിയേ, ഇപ്പൊ തീരും. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഒന്ന് ചേരുംപടി ചേർത്തേടാ. ചേർത്തേ. ചേർക്കുന്നില്ലേ? പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മൾ 2 ദിവസം മുമ്പ് പഠിച്ചതാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്താണ്? സാർവത്രിക ബാങ്കിംഗ് സേവനം, സാമ്പത്തിക ബാങ്കിംഗ് സേവനം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഏത് വരോടാ? പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഹ്രസ്വകാല തൊഴിൽ പരിശീലനമാണ് കേട്ടോ. ഹ്രസ്വകാല തൊഴിൽ പരിശീലനമാണ്. അപ്പൊ B1 വരും. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ
എന്ത് വരും? പഞ്ചായത്തി രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തൽ, പഞ്ചായത്തി രാജ് സംവിധാനം ശക്തിപ്പെടുത്തൽ, പ്രൈം മിനിസ്റ്റർ ഗ്രാം സഡക് യോജന, ഗ്രാമീണ റോഡുകളുടെ വികസനം, ഗ്രാമീണ റോഡുകളുടെ വികസനം. അതായത് A5 B1, A5 B1, സി ഏതാ വരുന്നത്? C4 D2. ഓക്കെ, അപ്പൊ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, അല്ല ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഇതിൽ തന്നെ നിങ്ങൾക്ക് രണ്ട് കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ റീസെന്റ് ആയിട്ട് പഠിച്ചാണ്, പ്രധാനമന്ത്രി ജൻധൻ യോജന, സാർവത്രിക ബാങ്കിങ് സേവനം. അതപ്പം നമുക്ക് A5 ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ A5 ഉള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി രണ്ടും വെട്ടിക്കളയാം, ബിയും ഡിയും നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റും. കാരണം A5 ആണ്, രണ്ട് ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾ ഈ PM ഗ്രാം സഡക് നോക്കിയേ, PM ഗ്രാം സഡക് ഗ്രാമീണ റോഡ് വികസനം, ഗ്രാമീണ റോഡ് വികസനം. അപ്പൊ D2 വരും, D2 വരും. അപ്പൊ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വായിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നും. കാരണം എക്സാം ഹാളിലെ ടെൻഷൻ, എക്സാം ഹാളിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു മാനസിക അവസ്ഥ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വലുതായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആവും. പക്ഷെ അങ്ങനെയല്ല, മൈൻഡ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു വഴി അതിലുണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. സോ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ആ ഒരു മൈൻഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. തരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൊക്കെ അതുപോലെ യൂസ് ചെയ്യുക. ഇതിന് പോകുന്നതിന് മുമ്പ് ഇന്നലത്തെ ബയോളജി വർക്കൗട്ടിന്റെ മാർക്ക് എനിക്കൊന്ന് കമന്റ് ചെയ്തിട്ട് പോവാവും. ഇത് കഴിഞ്ഞിട്ടാണ്, ഇപ്പൊ കഴിയും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയി, ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിനും വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിൽ മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏത് സംസ്ഥാനം എന്നാണ് ചോദ്യം. ചെറുധാന്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് ഏത് സംസ്ഥാനം പിള്ളേരെ? മില്ലറ്റ്സ് ഉൽപാദനത്തില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? രാജസ്ഥാനാണ് ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേട്ടോ. അടുത്ത് PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. വായിച്ചു നോക്ക്, ഓപ്ഷൻ ഫുള്ള് വായിച്ചു നോക്ക്. ഓപ്ഷൻ ഫുള്ള് വായിച്ചു നോക്കിയാലേ കിട്ടത്തുള്ളൂ കേട്ടോ. PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. ഇവർക്ക് പേരിടുമ്പോ വായിൽ കൊള്ളണമല്ല, പേരിട്ടാ പോരെ എന്ന് പറയുന്നത്. ഒന്നാമത് ഹിന്ദി പാടാണ്, അതിന്റെ കൂടെ ഒരു നീളമുള്ള പേര്. പിള്ളേരെ ഏതാ ആൻസർ വരുന്നേ? എടാ, ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതി ശരിയാണ്. സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതി. ഈ പദ്ധതി പ്രകാരം വീടുകളിൽ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. ശരിയാണ്. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. മുഴുവൻ ചെലവ് ലഭിക്കത്തില്ല. നിങ്ങൾ ഈ ഒരു പോയിന്റ് നോക്കിയടാ, ഈ ബി നോക്കിയേ, ബി സബ്സിഡിയാ നൽകുന്നേ, മുഴുവൻ ചെലവും ലഭിക്കത്തില്ല. സബ്സിഡിയോടെ നമുക്ക് ആ പദ്ധതി നടക്കില്ല. അതായത് ഇതാണ് നമുക്ക് ഓപ്ഷനായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്, സബ്സിഡിയാണ് ലഭിക്കുന്നത്. മുഴുവൻ ചെലവും എന്ത് ചെയ്യത്തില്ല, മുഴുവൻ പൈസയും സർക്കാർ തരത്തില്ല, സബ്സിഡി തരും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ നോക്കി വെച്ചോ. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഈ സോളാർ ഇൻസ്റ്റാളേഷൻ കേട്ടോ. ഓക്കെ, ഇത് ആരംഭിച്ച ഡേറ്റും കൂടെ ഓർത്ത് വെച്ചോ. 2024 ആരംഭിച്ച പദ്ധതി 2024 ഫെബ്രുവരി 15. 2024 ഫെബ്രുവരി 15 ഈ പറയുന്ന സാധനം. എന്തോ അത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന കേട്ടോ. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന. ഓക്കെ അല്ലേ?